തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസ് പ്രതിക്ക് തൂക്കുകയർ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹൻ്റെതാണ് വിധി. തിരുവനന്തപുരം നഗരത്തിലെ ഈ കൊലപാതകം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതാണ്. വിനീത കുറവങ്കോണത്ത് നിന്ന് അമ്പലമുക്കിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ചെടികളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പ്, അവിടുത്തെ ജീവനക്കാരിയാണ്. ഒറ്റയ്ക്കാണ് വിനീത അവിടെ ജോലി ചെയ്യുന്നത്. ആ റോഡ് സൈഡിൽ തന്നെ ധാരാളം ചെടികൾ അവിടെ ഉണ്ട്, പലരും വന്ന് വാങ്ങുന്ന സ്ഥലമാണ്. ഈ സംഭവം നടക്കുന്ന ഞായറാഴ്ചയാണ്. അത് ആ ഞായറാഴ്ച അവരുടെ ആ കട തുറന്നിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു അവര്. പ്രതിയായ രാജേന്ദ്രൻ നാഗർകോവിലുകാരനാണ്. അയാള് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കടയിലെ ജീവനക്കാരനായിരുന്നു. അയാൾ അവിടുന്ന് ജോലി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നടന്ന് അങ്ങനെ വരുന്ന വഴിക്ക് ഇതുപോലെ ഏതെങ്കിലും ഇരയെ തപ്പി പോയതായിരിക്കാം. ഇവിടെ ഈ വിനീത എന്ന ആ സ്ത്രീയുടെ ആ കട കണ്ടു. അവരുടെ കഴുത്തിലൊരു 4 പവൻ്റെ മാല കിടക്കുന്നു, സ്വർണം. പതുക്കെ നോട്ടം വിട്ട് അവിടെ കയറി. ആരുമില്ല, പരിസരത്തുമില്ല. അവരെ ബലം പ്രയോഗിച്ച് കഴുത്തറുത്ത് കൊന്നു. അവിടെ വെച്ചു 4 പവൻ്റെ മാല എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് നടന്ന് മുട്ടയുടെ ഭാഗത്ത് പോയി അവിടെ ദേഹത്ത് പറ്റിയ കൈയും കാലും കഴുകി, ആ ബ്ലഡും കഴുകി. അവിടെ ഇയാൾ ധരിച്ചിരുന്ന ഷർട്ട് അത് അവിടെ വെച്ച് മാറ്റി. അതിനടിയിൽ മറ്റൊരു ഷർട്ട് ഇട്ടിരുന്നു. ആ ഷർട്ട് എടുത്ത് ആ വഴി കേശവാസുരം ഉള്ളൊരു ഭാഗത്തൊക്കെ ഓട്ടോയിലൊക്കെ പോയി. കാരണം മിസ്ലീഡ് ചെയ്യാൻ തന്നെ പോലീസിന്. അതിനുശേഷം തിരിച്ചു വന്നു, ഹോട്ടലിൽ വന്നു. വൈകിട്ട് ഇയാള് കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അത് പേരൂർക്കടയിലെ ആ ഹോസ്പിറ്റലിൽ പോയി ആ മുറിവ് വെച്ച് കെട്ടി. പേര് കൊടുത്തപ്പോൾ വിജയൻ എന്ന് കൊടുത്തു. രാജേന്ദ്രൻ എന്നുള്ള പേര് കൊടുത്തില്ല. അവിടെ ഒരു ഹോസ്പിറ്റലിലെ OP ടിക്കറ്റ് ഉണ്ട്. അത് പിന്നീട് പോലീസ് ഇവൻ്റെ മുറിയിൽ നിന്ന് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ചെന്നപ്പം ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റി. താൻ ഹോട്ടൽ ജീവനക്കാരനാണ്, അവിടെ ഇലക്ട്രിക് ചിരവയുണ്ട്, അതിൽ അങ്ങനെ ആ ചിരവയുടെ കൊണ്ടാണ് കൈ മുറിഞ്ഞതെന്ന് കള്ളം പറഞ്ഞു. എന്തായാലും ഇയാള് അത് 70,000 രൂപയ്ക്കാണ് ആ മാല വിറ്റത്. വിനീത കൊലക്കേസ് തെളിവില്ലാതെ ഒരാഴ്ചയോളം പോലീസ് നെട്ടോട്ടോടി. സമർത്ഥരായ സിറ്റി പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ സ്പെഷ്യൽ സ്ക്വാഡ് എല്ലാം രംഗത്ത് വന്നു. അവര് 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ നോക്കി. ഇയാളെ സംശയമായി. ആ വശത്ത് ആ സമയത്ത് പോയവർ സഞ്ചരിച്ചവരും ഇയാൾ പേരൂർക്കടയെ തന്നെ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ആളാണ്. പേര് രാജേന്ദ്രൻ. ഇയാളെ എന്തായാലും പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. അത് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ഇയാളുടെ ഹിസ്റ്ററി നോക്കി പോലീസ് നാഗർകോവിലിൽ പോയി അന്വേഷിച്ചു. അവിടെ 3 മർഡർ കേസിൽ പ്രതിയാണ്. അവിടെ 2014 ഡിസംബർ 19 ഇയാള് അവിടെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ട് അടുപ്പമായിരുന്നു. അയാളുടെ വീടിനടുത്ത് 20 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ് ഇയാൾ രാജേന്ദ്രൻ. അയാളെയും കൊന്നു, അയാളുടെ ഭാര്യയും കൊന്നു, 12 വയസ്സുള്ള വളർത്തുമകളെയും കൊന്നു. ആ വീട്ടിൽ നിന്ന് അവരുടെ ആഭരണങ്ങളും സ്വർണങ്ങളും മറ്റും എടുത്തു. ഇയാൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. രാജേന്ദ്രൻ MA കാരനാണ്, ഒരു MBA ഉണ്ട്, എക്കണോമിക്സിലാണ് അയാൾ MBA. നാഗർകോവില് തോവാളയില് ആണ് താമസിക്കുന്നത്. അയാളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളെ കസ്റ്റംസ് സുബ്ബയ്യൻ. 10-20 വർഷമായിട്ട് ഇയാൾ അവിടെ താമസമാണ്. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും, ക്ലാസ് എടുക്കും. എന്തായാലും സാമ്പത്തിക ഞെരുക്കം കൊണ്ടാവാം ഒരു കൊലപാതകം ചെയ്യണമെന്നും ആ വീട്ടിലെ സ്വത്തുക്കൾ അടിച്ചെടുക്കണമെന്നും. അങ്ങനെ സുബ്ബയ്യനുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്, ഒരിക്കലും ആരും സംശയിക്കത്തില്ല. ടീച്ചറാണ്. അത്
പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, MA പഠിച്ചിട്ടുണ്ട്, MBA ഉണ്ട്. അതിലോട്ട് വളരെയധികം അടുപ്പം കാണിച്ചു. അങ്ങനെ വളരെ സൂത്രത്തിൽ അവരെ 3 പേരെ കൊന്നു. ഇത് നമ്മളൊരു പാഠമാകണം. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മാനസിക വളർച്ച വേണം. അതില്ല. വിദ്യാഭ്യാസം കൊണ്ട് മാനസിക വളർച്ച ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇൻട്രാക്ഷൻ വേണം, വീട്ടുകാരുമായിട്ട് ഇൻട്രാക്ഷൻ വേണം, സമീപത്തുള്ളവരുമൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻ വേണം. ഓപ്പൺ ആയിരിക്കണം നമ്മുടെ ഹൃദയം. പക്ഷേ ഇയാൾ വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങി രക്ഷപ്പെടുമെന്ന് നോക്കി പറ്റാതെ വന്നു. വിവാഹിതനാണ്, അമ്മയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വെച്ച് ഒരു മർഡർ ഇയാൾ ആസൂത്രണം ചെയ്ത, അങ്ങനെയാണ് സുബയ്യനെ കൊന്നത്. ഇയാളും മറ്റൊരുത്തനോട് ചേർന്നാണ് അത് ആസൂത്രണം ചെയ്തെങ്കിൽ സമയത്ത് അയാൾ കാലുവാരി. ഏതായാലും ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തു. മാല റിക്കവർ ചെയ്തു. 70,000 രൂപയ്ക്കാണ് അയാളിത് പണയം വെച്ചത്. അതിനുശേഷം ഈ കേസിന്റെ പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്ത് സലാഹുദ്ദീൻ. അതെ, പല കേസിനകത്ത് പ്രോസിക്യൂട്ടർ ആയിട്ടുണ്ട്. ആ കേസുകൾക്കെല്ലാം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് സലാഹുദ്ദീൻ. അഡീഷണൽ സെഷൻസ് കോടതി 7 അവിടെയാണ് ട്രയൽ നടന്നത്. പ്രസൂൺ മോഹൻ എന്ന ജഡ്ജാണ്. ഏതായാലും ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി, ഇയാളുടെ വിദ്യാഭ്യാസം, ഇയാള് പരിചയമില്ലാത്ത സ്ത്രീയാണ് കൊല്ലുന്നത്, കാഷ്വലായിട്ട് വന്ന് കൊല്ലുകയാണ്. അതെന്തിനാണ്? മർഡർ ഫോർ ഗെയിൻ, സ്വർണത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി. അങ്ങനെയാണ് ആ വിനീതെ കൊലപ്പെടുത്തുന്നത്. കൊലപ്പെടുത്തുന്ന സമയത്ത് അവര് എതിർത്തും പടഞ്ഞു മരിക്കുന്നത് ഇയാൾ കണ്ടുകൊണ്ടിരുന്നു. കഴുത്തറുത്ത് കൊന്നു. അത് പ്ലാൻഡ് മർഡറാണ്. ഇയാൾ ഹോട്ടൽ ജീവനക്കാരനായി വന്ന് പല സ്ഥലങ്ങളും ഇതുപോലെ ഇയാൾ തപ്പി നടന്നു. അന്ന് എവിടെയെങ്കിലും ഒരു മർഡർ ചെയ്യണമെന്ന് ഇയാൾ കരുതിയിട്ടുണ്ടാവണം. കാരണം പുറത്തിട്ടിരിക്കുന്ന മാന്യനായ ഒരു വ്യക്തിയുടെ ഷർട്ട്, വെള്ള ഷർട്ട്, അതിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഷർട്ട് ഇട്ടിരുന്നു. അങ്ങനെ പതുക്കെ നടന്നു വരുമ്പോഴാണ് കാഷ്വലായിട്ട് ഈ അമ്പലമുക്കിലെ അല്ലെങ്കിൽ അതിൻ്റെ ഈ ചെടികൾ വിൽക്കുന്ന ആ കടയുടെ സ്ത്രീയെ, വിനീതയെ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അവരുടെ കഴുത്തിലാണ് നോക്കുന്നത്. സ്വർണമുണ്ടോ? സ്വർണമുണ്ട്. 4 പവന്റെ ഒരു മാല. പിന്നെ തീരുമാനിച്ച് പരിസരം നോക്കി ആരുമില്ല. അവിടെ കയറി എന്തെങ്കിലും വാങ്ങാനുള്ള രീതിയിൽ അവിടെ കയറിയിട്ട് അവരെ ബലപ്രയോഗത്തിൽ കൊല്ലുകയായിരുന്നു. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവരെ കഴുത്തിറക്കുന്ന ആണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ ഒരു സംഭവം തിരുവനന്തപുരം നഗരത്തെ അന്ന് വളരെയധികം ഞെട്ടിച്ചിരുന്നു. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്താണ് ഇയാൾക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ഇയാളൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. എന്തായാലും ഇയാള് അയൽവക്കത്തെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളെ, ആ കസ്റ്റംസ് ഓഫീസർ സുബയ്യനും ഭാര്യയും വളർത്തുമകളും 12 വയസ്സുള്ള കുട്ടിയൊക്കെ ഇയാളെ സ്നേഹിച്ചിരുന്നു. ഇയാളെ അവർ വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസം തെറ്റിച്ചുകൊണ്ട് അവരെ 3 പേരും കൊലപ്പെടുത്തിയിട്ടാണ്. ആ കേസിനകത്ത് ഇയാൾ ജാമ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് 1.5 വർഷം ആ കേസിന് ഇയാൾ ജയിലിൽ കിടന്നു, റിമാൻഡിൽ കിടന്നു. പിന്നീട് ജാമ്യം കിട്ടി. അതിനുശേഷം അവിടം വിട്ട് ഇയാൾ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വന്ന്, പേരുക്കുട പോലീസ് സ്റ്റേഷൻ എതിർവശത്തെ ഹോട്ടലിൽ വന്ന് നിൽക്കും. അതിനുശേഷം മനസ്സ് വീണ്ടും കൊല്ലാനുള്ള വാഞ്ചന, അതുപോലെ സമ്പാദിക്കാനുള്ള വാഞ്ചന, അത് മാറിയില്ല. ആ സുബയ്യനെയും ഭാര്യയും മകളെയും കൊന്നിട്ടും അതിൽ 1.5 വർഷം അകത്ത് കിടന്നിട്ട് ഒരു ഇൻഫോർമേഷനും ഇയാൾക്കുണ്ടായില്ല. വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് വിചാരിച്ചണം. MA MBA കാരനാണ്. എന്തായാലും വധശിക്ഷ അർഹതപ്പെട്ട ശിക്ഷ തന്നെ. ഇയാളെ വധിച്ചു കളയണം. കാരണം അയാളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഏത് കുടുംബക്കാരെ, ആരെ വേണേലും ഇയാൾ കൊല്ലും. അങ്ങനെയുള്ളവരെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ല. സമൂഹത്തിൽ നിന്ന് ഇവരെ നിഷ്കാസനം ചെയ്യേണ്ടതാണ്. കോടതി അത് കണക്കാക്കി വധശിക്ഷ കൊടുത്തു. പക്ഷേ വധശിക്ഷയിൽ നിന്ന് ഇയാൾ വർഷങ്ങൾക്ക് ശേഷം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്, ജീവരദ്യത്തിലോട്ട് പോകും. എങ്കിലും കോടതിയുടെ നിഗമനം കറക്റ്റാണ്. ഇവനെപ്പോലെ ഉള്ളവർ സമൂഹത്തിൽ ആവശ്യമില്ല. നിഷ്കരണം ഒരു വിനീത എന്ന സ്ത്രീയെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അവരെ കണ്ടിട്ടില്ല, അവർക്കൊരു കുടുംബം ഉണ്ടെന്നുള്ള ചിന്ത മനസ്സിലായില്ല. എന്തായാലും ഈ ആളുടെ സബ്സിക്വന്റ് അതിനുശേഷമുള്ള കോണ്ടാക്ട് പോലീസിന്റെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി മുട്ടടെ പോയി, ആ വഴി കേശവാസരത്ത് പോയി, ഉള്ളൂരൊക്കെ പോയി, ഓട്ടോയിലൊക്കെ പോയി. കാരണം പ്രതി അങ്ങോട്ടാണ് പോയതെന്ന് കണ്ടോട്ടെ. ഏതായാലും ആ സിറ്റിയിലെ അന്വേഷണ ടീം അവർ കൃത്യമായ ട്രാക്കിലേക്ക് വന്നു. ഇയാളെ തന്നെ പിടിച്ചു. ഇയാൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്.
വേറെ 3 പേരെ കൊന്ന ഹിസ്റ്ററി ഇയാൾക്കുണ്ട്. ഏതായാലും ആ അന്വേഷണ ടീമിനെയും സ്പെഷ്യൽ ഫോഴ്സിലെ സലാഹുദ്ദീനെയും അഭിനന്ദിക്കുന്നു. കോടതിയുടെ നിരീക്ഷണത്തിൽ പൊതുജനങ്ങൾക്കും സമൂഹത്തിനും വലിയ നന്ദി കോടതിയോടുണ്ട്.